ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുജാസ് ഡെയിലി ഡാസിൽ. സോ ദാ നിൽക്കുന്നു നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ കണി ഒഴുക്കി വെച്ചത്. ഇതൊക്കെ രാവിലെ കണിയൊക്കെ കണ്ടു അപ്പം ഞാൻ ഇനി ആക്ച്വലി നമുക്കൊരു സദ്യ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അതിന് ശേഷം ഒരു പരിപാടിയും കൂടെ വിഷുവിൻ്റെ ഉണ്ട്. സോ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് സിന്ധുജിയുടെ അപ്പിയറൻസ്? കമൻറ്റ് ചെയ്യണേ. കമോൺ, നമുക്ക് പോവാം. ഇന്ന് ഞാൻ എൻ്റെ കാറിലാണ് പോകുന്നത്. ഹലോ, സോ ഇന്ന് നമ്മൾ നമ്മുടെ ഷടകത്തിലാണ് പോകുന്നത്. നല്ല വെയിൽ, ധാവണിയും കൂടെയാണ്. സോ എനിക്ക് സ്കൂട്ടറിൽ റിസ്ക് എടുക്കാൻ വയ്യ. സോ നമ്മുടെ വണ്ടിക്കകത്തും വിഷു വൈബുണ്ട്. വിഷുവിൻ്റെ പ്ലാസ്റ്റിക് ഒന്ന് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഒറിജിനൽ എനിക്ക് കിട്ടി, പക്ഷേ ഇതിനകത്ത് വെച്ചാൽ വാടുമല്ലോ. സോ അതുകൊണ്ട് കമോൺ, ഇനി ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് നമുക്ക് എവിടെയാണ് നമുക്കിന്ന് സദ്യയുള്ള അങ്ങോട്ട് പോകണം. കമോൺ. അങ്ങനെ ഞാൻ ഐശ്വര്യമായിട്ട് വണ്ടി കയറുവാണ്. പലരും ഇതിനു മുമ്പ് എൻ്റെ കാർ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ കയറി. ഇതാ ഡ്രൈവിംഗ് സീറ്റിലാണ് ഞാൻ കയറിയത്. ചിലർക്ക് ഡൗട്ട് കാണും ഞാൻ ഡ്രൈവ് ചെയ്യുമെന്ന്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ബട്ട് സ്റ്റിൽ. സോ ഞാനിത് ഇറക്കട്ടെ. നമ്മുടെ വിഷു വൈബ്. സീറ്റ് ബെൽറ്റൊക്കെ ഇടണം. ചലോ, നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കാം. സീറ്റ് ബെൽറ്റ് ഞാൻ ഇടാം. ആക്ച്വലി എനിക്ക് ഗേറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്യണം. സോ അതിനുശേഷം ഞാൻ ഇടാം. ചലോ പോവാം. സോ ചലോ ഡിയേഴ്സ്, നമുക്ക് പോവാം. സീറ്റ് ബെൽറ്റ് ഞാൻ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇടൂ. ബൈ, കമോൺ. അങ്ങനെ ഞാൻ വീടൊക്കെ പൂട്ടി സീറ്റ് ബെൽറ്റ് ഇട്ടു. നമ്മൾ പോവുകയാണ്. കമോൺ. കുറച്ച് ദൂരം ഞാൻ ഷൂട്ട് ചെയ്യും, പിന്നെ റിസ്ക് ആണ്. അവിടെ എത്തിയിട്ട് കാണാം. സോ അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് സെൽഫ് ഡ്രൈവിൽ നമ്മളെ സദ്യ കഴിക്കുന്ന സ്ഥലത്തെത്തി. കാണുന്നതാണ് സദ്യ കഴിക്കുന്ന സ്ഥലം. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. കമോൺ. നമ്മളെത്തി നമ്മുടെ സ്ഥലത്ത്. സോ ഇതാണ് നമ്മുടെ സദ്യയുടെ ആ സ്ഥലം. ഞാൻ ഇവിടുന്ന് പറഞ്ഞു നല്ലൊരു വിഷുക്കണിയൊക്കെ ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സദ്യ സ്ഥലത്തെത്തി. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് അതിൻ്റെ വലിയെന്നുള്ള. കഴിഞ്ഞ നമ്മുടെ 3 വർഷം മുന്നേ എൻ്റെ ഒരു ഫോളോവറിനൊരു സദ്യ സർപ്രൈസ് കിട്ടി. ഇന്ന് ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. കാണിച്ചു തരാം. അങ്ങനെ എന്നെ സ്വീകരിച്ച് ഒരു സ്റ്റാഫ് കൊണ്ടുപോകുന്നു വെന്യൂവിലെ അകത്തേക്ക്. ഇതാണ് നമ്മുടെ ആ പീഠവും കാര്യങ്ങളും. ഇവിടെ വേണോ എനിക്കിരിക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നു. സദ്യ 12:30ക്കാണ് പറഞ്ഞത്. ഞാൻ 12:15 എത്തി. ആസ് യൂഷ്വൽ ഞാൻ പങ്ക്ച്വലാണ്. നമ്മുടെ ചെഫ് മിസ്റ്റർ ജോൺസൺ വന്നിട്ട് ഉപ്പ് ആദ്യം വിളമ്പി, പിന്നെ ഉപ്പേരി, അങ്ങനെ എല്ലാം ഒരു ഓർഡർ ചെയ്തു. ഇവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഞാൻ പലയിടത്തും ഫുഡ് കഴിക്കാറുണ്ട്, പക്ഷേ നമുക്ക് പ്രത്യേകത 12:30 എന്ന് പറഞ്ഞപ്പോൾ ഷാർപ്പ് 12:30 നമുക്ക് കിട്ടി ഫുഡ്. ഞാൻ നേരത്തെ വന്നത് കുറച്ചുകൂടെ ലോഞ്ചിലിരുന്നു. പിന്നെ എന്നെ ഫുഡിന് കറക്റ്റ് ടൈം ക്ഷണിച്ചു. ഉപ്പേരി, ശർക്കര പാമ്പുന്ന രീതികൾ നിൽക്കുന്നത് നീറ്റായിട്ട്
ഒരു ലാഗ് ഇല്ലാതെ. പിന്നെ നമുക്ക് എവിടെ വേണോ ഇവിടെ വന്നാൽ ഇരിക്കാം. ചില ഹോട്ടൽസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളുറക്കുള്ള അവിടെയൊക്കെ അവർ പറയുന്നിടത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. മറ്റേത് റിസർവ്ഡാണ്. ഫലത്തിൽ അവിടെ ആരും വരുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പൊതുവേ ഞാൻ അങ്ങനത്തെ ഹോട്ടൽസ് വിസിറ്റ് ചെയ്യാറില്ല. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ബാക്ക് ഔട്ടാവും. കാരണം നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ നമുക്ക് എവിടെ ഇരിക്കാൻ, ഇപ്പോൾ സപ്പോസ് 5 പേർക്ക് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് ശരിയല്ല. പക്ഷെ അവിടെ ഇല്ലാതെ രാത്രി എങ്ങനെ വരുന്ന ഒരാൾക്ക് വേണ്ടി അതങ്ങനെ പിടിച്ചിടേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഫുഡെന്ന് പറയുന്നത് എവിടെ ഇരുന്ന് കഴിക്കാൻ കംഫർട്ടുണ്ടോ അവിടെ ഇരുന്ന് കഴിക്കാൻ അലോ ചെയ്യേണ്ട ഒരു സംഭവമാണ്. സോ മിസ്റ്റർ ജോൺസൺ അതിൽ വളരെ ഡീസൻ്റ് ആയിരുന്നു. എവിടെ വേണോ നമുക്ക് ഇരിക്കാം. ഞാനാണ് ഫസ്റ്റ് എത്തിയത് ഓർഗനൈസ് ചെയ്ത് സദ്യ കഴിക്കാൻ. സോ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ വിളമ്പുന്ന കാണും. കറി ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. കളർ കോഡുകളും കാര്യങ്ങളും കണ്ട. സോ ഒരു അടിപൊളി സദ്യയാണ് എനിക്ക് വിഷുവിന് തിന്നാൻ കിട്ടിയത്. അതിനും വേണം ഒരു ഭാഗ്യം. സത്യം പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഓർഗനൈസർ ഓഫ് ദി സദ്യ ഫോർ ഓർഗനൈസിങ് സച്ച് എ ഗുഡ് വൈബ് വാല സദ്യ. ഒട്ടുമിക്ക എല്ലാ കറികളും ഇതിനകത്തുണ്ടായിരുന്നു. എവിടെയാണ് എനിക്ക് സദ്യ ഓർഗനൈസ് ചെയ്യുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ യൂട്യൂബിൻ്റെ താഴെ ഹാർട്ടൊക്കെ വരുന്നു, പക്ഷേ കമൻറ്റിങ് കുറവാണ്. സോ ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ എക്സാക്റ്റ് സ്ഥലങ്ങൾ പറയില്ല, പക്ഷേ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും. സോ ദാറ്റ്സ് ദ തിങ്. ബാക്കി നിങ്ങൾ കാണുക. കൂട്ടുകറി എല്ലാ കാര്യങ്ങളും ഉണ്ട്, ശ്രദ്ധിച്ച് കണ്ടോളുക. ചില ആൾക്കാർ വിചാരിക്കും എന്തിനാണ് വിഷു ദിവസം ഒരു സദ്യ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ പോയി തിന്നുന്നത്, ഇതിലൊക്കെ വല്ല ഇതുണ്ടോ, ഇങ്ങനെ കോസ്റ്റ്ലി സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് പറയും. അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. നമ്മൾ എത്ര കാലം ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നടക്കില്ല. വിഷു എന്ന് പറയുമ്പോൾ ഒരു വൈബ് എന്തോ, കണി കാണുക, പിന്നെ അടുത്ത പ്രയോറിറ്റി സദ്യ കഴിക്കുക, പിന്നെ ചുറ്റാൻ പോകാൻ സമയമുണ്ടെങ്കിൽ പോവുക, ഫണ്ടുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ മിനിമം ഒരു മൂവി. അത്രയും തന്നെയാണ് ഞാൻ ചെയ്തത്. ഇത്തവണ മൂവിയിൽ ഒതുക്കാൻ കാരണം ദേ വരുന്നു നമ്മുടെ ചോറ്, ചെമ്പായിട്ട് ചോറ്. സോ ഇത്തവണ ഞാൻ മൂവിയിൽ ഒതുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ വേറൊരു പദ്ധതി ഉണ്ട്. ഈ സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് എനിക്ക് നിൽക്കണം. അതുകൊണ്ട് ഞാൻ ലോങ് പ്ലാൻ ചെയ്യാത്ത. അപ്പോൾ ഉള്ളതിൽ ചെറിയ രീതിയിൽ അടിച്ചു പൊളിക്കുന്ന രീതിയിൽ ഇതൊക്കെയല്ലേ മനുഷ്യനെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതേ പരിപ്പ് വന്നു, ഇനി നെയ്യ് അതിൻ്റെ മേളിൽ ഒഴിക്കും. നെയ്യ് ഒഴിച്ചു. ഇനി എന്ത് വേണോ പപ്പടം എടുത്ത് വെച്ച് കുഴച്ചടിക്കുക. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കുറച്ച് കാലമേ ഈ ലോകത്ത് കാണും. പിന്നെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. ഞാനൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണോ ഡിയേഴ്സ് നല്ല ടേസ്റ്റി സദ്യ. പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നൊരു വൈബിൽ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. നമുക്കൊക്കെ ഇഷ്ടം നല്ല ഫുഡ് അടിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല 5 സ്റ്റാർ സ്ഥലങ്ങളിൽ പോയി ഫുഡ് അടിക്കുക. ഇതൊക്കെ അല്ലേ ഒരു രസം. വേറെ മിനിമമാണ് ഇതൊക്കെ വലിയ സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ എനിക്കതൊക്കെ ഇഷ്ടമാണ്. അതുള്ള വ്യക്തിയാണ് ടൂർ അടിക്കുക, ഫണ്ടുള്ളപ്പോൾ ടൂർ അടിക്കുക. ഇതെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവർക്കൊന്നും അടുത്തത് സാമ്പാർ വന്നു ഇവർക്കൊന്നും കൊടുക്കാതെ വെച്ചിട്ട് നമുക്ക് എന്ത് ലൈഫാണ്. സോ ഇത്രയും നല്ലൊരു സദ്യ ഒരു പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ. സോ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക എന്ന് വേണം. കാരണം സദ്യ എന്ന് പറയുന്നത് വീട്ടിൽ ചെയ്തുകൂടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വീട്ടിൽ നമ്മൾ കൂട്ടിയാൽ കൂടുതൽ. ഇത്രയും സദ്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇത് അടുത്ത് ബോളിയും സേമിയ പായസവും വന്നു, പിന്നെ അടയും കൂടെ ഉണ്ട്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, മനുഷ്യർക്ക് അവരവർക്ക് കാണും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയി ഫണ്ട് റേസ് ചെയ്ത്, അല്ലെങ്കിൽ എന്നെ വിളിച്ചൊരു സ്ഥലത്ത് ഞാൻ പോയി ഫുഡ് അടിക്കുന്നു, പിന്നെ എന്തോന്നാണ് ഒറ്റയ്ക്ക് അടിക്കാവോ, ഫാമിലിയിൽ മറ്റുള്ളവരെ വിളിക്കരുതോ, അങ്ങനെയൊക്കെ. പായസത്തിനകത്തുന്നു അടിപൊളി ടേസ്റ്റാണ്. സോ അത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ വൈബ് ആവണമെന്നില്ലല്ലോ. ചിലവർക്ക് ചിലപ്പോൾ വീട്ടിലെ ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം വിഷുവിന്, കുറച്ച് വിഭവങ്ങളൊക്കെ വെച്ച്. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഗ്രാൻഡായിട്ട് കഴിക്കാനുള്ളൊരു മൂഡ് വരുമ്പോൾ ഞാൻ പുറത്ത് പോയി കഴിക്കും. സ്വാഭാവികം. ഇത് അടുത്ത രസം വന്നു. ചോറ് പിന്നെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് തിന്നു, വയറൊക്കെ ചാടുന്നുണ്ട്. ചുമലച്ചോറും കൂടെയാണല്ലോ. പിന്നെ അടുത്ത് വരുന്നത് പുളിശ്ശേരി. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. പിന്നെ മോര് ചെഫ് എനിക്ക് ഗ്ലാസ് ഒഴിച്ചു തന്നു, അല്ലെങ്കിൽ അതിൽ വെള്ളക്കെട്ട് പ്രളയം പോലെ ആയില്ല. എല്ലാം അത്യാവശ്യം നീറ്റായിട്ട് എല്ലാം ക്ലീനായി. കുറച്ചും കൂടി കൂട്ടുകറി അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് തീർക്കും. അടുത്ത് ലാസ്റ്റ് അടപ്രഥമം വന്നു. 2 പൈസ ഉണ്ടായിരുന്നു. സോ അത് പഴമൊക്കെ ഇട്ട് തിന്നു. നിങ്ങൾക്ക് വേണോ ഡിയേഴ്സ്? നല്ല ടേസ്റ്റായിരുന്നു. സോ ഒരു ഫാമിലിയിൽ ഇപ്പം 5 പേരിലും 5 ഇത് ഒരേപോലെ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് കാണും, എല്ലാം കാണും. ചിലപ്പോൾ എൻ്റെ ലൈക്സ് അവരുമായിട്ട് സ്യൂട്ട് ആവണമെന്നില്ല.
നമ്മളാർക്കും ആരുടെയും വഴി മുടക്കാതെ നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിടുക, നമ്മളെ നമ്മുടെ വഴിക്ക് വിടുക, കഴിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇൻസ്റ്റയിൽ കിട്ടിയ ഒരു കമൻ്റ് ആയിരുന്നു, ഇതിൽ എന്തൊരു ബ്രീഫ് സ്റ്റോറി ഇട്ട്, അപ്പോൾ ഒറ്റയ്ക്കാണോ പോലും കിട്ടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാണത്തെ പരിപ്പോടെ ഉണ്ടായിരുന്നു ഔപ്പയുടെ കൂട്ടത്ത് ഞാൻ തിന്നിട്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കട്ടെ, നമുക്ക് എല്ലാ കാലവും എല്ലാവരും കാണൂല അല്ലേ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് എല്ലായിടവും പോയി ശീലിക്കുവാണെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ ഇതിൻ്റെ തരുന്നൊരു മെസ്സേജാണ്, അപ്പം നമുക്ക് തന്നെ ഭാവിയിൽ അതെല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു മനക്കെട്ടി വരും. ഞാൻ ബേസിക്കലി എല്ലായിടത്തും ഉപ്പേരി, ശർക്കര വരട്ടി, നല്ല ടേസ്റ്റായിരുന്നു. സോ ഞാൻ ബേസിക്കലി അങ്ങനെ നമ്മുടെ സദ്യ കഴിഞ്ഞ് വയറൊക്കെ സെറ്റായി. ഇനി അടുത്ത് ഫെസ്റ്റിവൽ സെലിബ്രേഷനായിട്ട് ഒരിടത്ത് പോകുന്നുണ്ട്. അതിന് അവിടെ പോയതിന് ശേഷം കാണിച്ചാൽ അല്ലെങ്കിൽ വ്ലോഗ് മൊത്തം കാണൂല, കണ്ടാൻ പറ്റിക്കുകയല്ലേ. നല്ല വൃത്തിയുള്ള വാഷ്റൂമുണ്ടോ, ഞാനുണ്ട്. പിന്നെ നോക്കിക്കേ, വെള്ളം കുടിക്കുന്നത് ഞാൻ കാണിച്ചില്ല, വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വിഷു 2022 ഒരു പരിപാടിയും കൂടി ഉണ്ട്, എനിക്കത് കാണിക്കത്. ടിഷ്യൂ ഇവിടെ ഉണ്ട്. ബാത്റൂം നല്ല വൃത്തിയുണ്ട്. വേസ്റ്റ് ബിന്നുണ്ട്. ഞാൻ ഒന്ന് വാഷ്റൂമിൽ കയറിയിട്ട് കാണിച്ചുതരാം. വാഷ്റൂം അത്രേ ഉള്ളൂ, വൃത്തിയുണ്ട്, അത് കാണുന്നുമില്ല. വാഷ്റൂമിൽ പോകുന്നത് ഞാൻ കാണിക്കുന്നില്ല, സോറി. സോ അങ്ങനെ എൻ്റെ വിഷു ഈറ്റിംഗ് സദ്യ വ്ളോഗ് ഇവിടെ തീരുവാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഡെയിലി ഡാസിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഹാപ്പി വിഷു ടു ഓൾ. ഒരു മാരേജ് കഴിഞ്ഞ ആൾക്ക് പോലും ഇത്രയും ഒരു ഫ്രീഡവും കിട്ടത്തുമില്ല. പിന്നെ ഇത്രയും സ്ഥലങ്ങളിൽ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ, അടിക്കാൻ, ഇങ്ങനെ ഒരു സദ്യ ഓർഗനൈസ് ചെയ്യുമ്പോൾ വിളിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. സോ ആരെങ്കിലും ഒരു കണ്ടന്റ് ഇടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണോ പോയത് എന്നുള്ള കാര്യം വിടാതെ, ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ലൈഫ് എൻജോയ് ചെയ്യണം. അതേ മത്സ്യക്കുട്ടന്മാർ സദ്യ അടിക്കാൻ പോയിടത്തുള്ള ഒരു ആംബിയൻസാണ്. സോ ഞാനിനി എൻ്റെ ഷടകത്തിൽ കയറി ഞാൻ അടുത്ത വിഷു ആഘോഷത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ ഷടകത്തിൽ കയറട്ടെ. അങ്ങനെ അടുത്ത് ഞാൻ ഡ്രൈവ് ചെയ്ത് ഈ റോഡിലെത്തി. തീറ്റയ്ക്ക് ശേഷം വേറെ ഇതുകൊണ്ട് കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക്. റോഡ് എത്തിയവർക്കറിയാം ഞാൻ വിഷുവിന് ഇനി അടുത്ത് എന്താണ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള. സോ ഞാൻ അകത്ത് പോയിട്ട് കാണിക്കാം. ആക്ച്വലി ഞാൻ ഇവിടെ അല്ല, ലുലു PVR പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കും കൺജസ്റ്റഡ് ആയിരിക്കും വിഷു പ്രമാണിച്ച്. സോ ആയിത്തോട്ട് ചാലോ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കണ്ടേക്കാം. എന്താണെന്നുള്ളത് അകത്ത് പോയിട്ട് കാണിച്ചു തരാം. കമൻറ്റ് ചെയ്യൂ, ഈ റോഡും എവിടെയാണ് ഞാൻ കയറുന്നതെന്ന് അറിയാമെന്നുള്ള ആൾക്കാർ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. വിഷു സെലിബ്രേഷൻ മോഡ് പ്ലേസ് 2. സോ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, നമ്മുടെ ടൈം ആവുന്നത് വരെ. എല്ലായിടത്തും നമ്മൾ നേരത്തെ തന്നെ വരും. സോ ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഞാൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ഒരു വിഷു, ഞാൻ രണ്ടാമത് ഇവിടുത്തെ വിഷു സെലിബ്രേഷൻ്റെ ഉണ്ണിക്കണ്ണനും സാധനങ്ങളും വെച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഈ പോസ്റ്റർ ഉണ്ടപ്പോൾ എവിടെയാണ് ഞാനെന്ന്. സോ അങ്ങനെ ഞാൻ മൂവി കാണാൻ പോയിക്കൊണ്ടിരിക്കുക. ഗോൾഡാണ് നമുക്ക് കിട്ടിയത്. വിഷുവിൻ്റെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഓൺലൈനൊന്നും പ്ലാറ്റിനം പോലും കിട്ടാനില്ല. എന്നാലും അങ്ങനെ അവിടെയും ഞാൻ തന്നെ ഫസ്റ്റ് എത്തി. നല്ല നീറ്റാണ് അത്യാവശ്യം, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗോൾഡ് ആയതുകൊണ്ട് സ്ക്രീനിൻ്റെ താഴെയാണ്. സോ ഇപ്പം മനസ്സിലായി, ഒരാളെ കൂട്ടാതെ നമ്മൾ വന്നത് നമ്മുടെ മൂവി തുടങ്ങി. നമ്മുടെ സ്ഥലത്ത് സമയത്ത് നിൽക്കുന്നത് ഇതെല്ലാവരും കൂടി ഒരു ടൈമിലായിരുന്നു. സോ പടം തുടങ്ങി. ജസ്റ്റ് ആ പേര് മാത്രം ഞാൻ എടുത്തു. ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ പോയൊരു പോപ്കോൺ മേടിച്ചു. നല്ല തിരക്കായിരുന്നു, ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തരൂ. പക്ഷേ എനിക്ക് ഇൻ്റർവെല്ലിന് മുമ്പ് ബാത്റൂമിലും പോകാൻ പറ്റിയില്ല. ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോൺ മേടിച്ച് കറക്റ്റ് സമയത്ത് കയറാം. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീട്ടിലെത്തിയില്ല, വീട്ടിനകത്ത് കയറ്റണം, വേറൊരു കാർ പുറകോട്ട് ഇറക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ ബാക്കി എല്ലാ സോഷ്യൽ മീഡിയാസും എന്ത് ചെയ്യുക, ഹൈപ്പിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വിഷുവിൻ്റെ വ്ളോഗ് ഇതോടുകൂടെ വൈൻഡപ്പ് ആകുവാണ്. എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മൈ ചാനൽ.
ലൈക്സും കമൻസും ഒക്കെ കൂടുതൽ വരണം, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സോ ചാനൽ നമുക്ക് 3800 സംതിങ് ആയി, 4000 പെട്ടെന്നാക്കണം, പിന്നെ 5000 പട്ടേന്ന് പൂവുമാക്കണം. സോ നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗ് കണ്ട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി വിഷു വൺസ് അഗെയിൻ ടു ഓൾ ഓഫ് യു. ഇന്ന് രാത്രിയിലേക്ക് ഈ വ്ളോഗ് കയറുക, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി വിഷു ആയിട്ട് കരുതുക. ഓക്കെ തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം, അടുത്തൊരു സൂപ്പർ വ്ളോഗുമായി കാണാം. അതുവരെ നിങ്ങളുടെ സിന്ധുജ സൈനിങ് ഓഫ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ.